വെൽക്കം ബാക്ക് ടു ടെക്കാറസ്. നമ്മളിന്ന് വന്നിട്ടുള്ള ഏതർ 450S വണ്ടിയായിട്ടാണ്. ഈ വണ്ടിയുടെ മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ് ഹാൻഡിലിന് വൈബ്രേഷൻ, അതേപോലെ കട്ടർ ചാടുമ്പോൾ ഹാൻഡിൽ കിടന്ന് അടിക്കുക. അത് മെയിനായിട്ട് കോൺസെപ്റ്റ് കംപ്ലയിൻ്റ് ആവുന്നതുകൊണ്ടാണ്. ഇത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനൊരു 36-ൻ്റെ സ്പാനറും ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവറും 4-ൻ്റെ ഒരു LNG ടൂളാണ് വേണ്ടത്. ആദ്യം ഫുഡ് പാനലിൽ കാണുന്ന ഈ 2 ബോൾട്ട് സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ വെച്ച് റിമൂവ് ആക്കി കൊടുക്കുക. ശേഷം ഈ ഇന്നർ പാനൽ നമുക്ക് റിമൂവ് ആക്കേണ്ടതുണ്ട്. 2 സൈഡിലും 6 ബോൾട്ട് വീതം സ്റ്റാറിൻ്റെ ബോൾട്ടാണ് വരുന്നത്. സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ വെച്ച് റിമൂവ് ആക്കി കൊടുക്കുക. നെക്സ്റ്റ് ലഗേജ് ഹോൾഡറിൻ്റെ ഉള്ളിലുള്ള LNG ബോൾട്ട് 4-ൻ്റെ LNG ടൂൾ ഉപയോഗിച്ച് റിമൂവ് ആക്കി കൊടുക്കുക. ഇപ്പോൾ എല്ലാ ബോൾട്ടുകളും നമ്മൾ റിമൂവ് ആക്കിയിട്ടുണ്ട്. ഇനി അധികം ഫോഴ്സ് കൊടുക്കാതെ മെല്ലെ മെല്ലെ ഇളക്കി അത് റിമൂവ് ആക്കി എടുക്കുക. നെക്സ്റ്റ് അതിൻ്റെ സ്പീക്കറിൻ്റെ കണക്ടർ ഉണ്ടാവും. അതൊരു സ്ക്രൂ ഡ്രൈവർ വെച്ച് കണക്ടറിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ സിമ്പിളായിട്ട് ഊരിപ്പോരും. ബോട്ടിൻ്റെ ഉള്ളിലാണ് കോൺസെപ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബോൾട്ട് വരുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു കത്തിയായിട്ട് വരഞ്ഞ് കണ്ട് ഇങ്ങനെ കറക്കി എടുക്കുക. അത് കട്ട് ചെയ്ത് വെച്ചിട്ട് വാറൻറ്റി കട്ടാവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ കമ്പനിയിലാണെങ്കിലും ഇതുപോലെ തന്നെയാണ് അവർ ചെയ്യുന്നത്, അല്ലാതെ ഫുള്ളായിട്ട് ഊരിയെടുക്കില്ല. ഞാൻ കമ്പനിയിൽ നിന്ന് 2 വട്ടം ഇത് അഡ്ജസ്റ്റ് ചെയ്തതാണ്. പക്ഷെ അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ സൗണ്ട് പോകുന്നില്ല. അവരോട് പിന്നെ പറയുമ്പോൾ അവർ പറയും കോൺസെപ്റ്റ് ചേഞ്ച് ചെയ്യണം. അതിന് ഏകദേശം 2000 രൂപ കോസ്റ്റ് ആവുന്നതാണ്. ഫസ്റ്റ് 36-ൻ്റെ സ്പാനർ ഉപയോഗിച്ച് മുകളിലൊരു ബോൾട്ട് ഉണ്ടാവും. ആ ബോൾട്ട് ഒന്ന് ലൂസാക്കി കൊടുക്കുക. പിന്നെ കൈയായിട്ട് തിരിച്ച് കണ്ട് ഫുള്ള് ലൂസാക്കിയ ശേഷം അതും അതിൻ്റെ സെൻറ്ററിൽ ഒരു വാഷറുണ്ട്. ആ വാഷർ രണ്ടും മുകൾക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് താഴത്തെ 36-ൻ്റെ ബോൾട്ട് സ്റ്റെപ്പായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 1 സെൻറ്റിമീറ്ററൊക്കെ ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ചെക്ക് ചെയ്യുക അടി കുറഞ്ഞിട്ടുണ്ടോയെന്ന്. ഹാൻഡിൽ ഒരു 5-6 വട്ടം ഓപ്പോസിറ്റായിട്ട് തിരിക്കുക. അപ്പോൾ തന്നെ നമ്മൾ ടൈറ്റ് ചെയ്തതിനനുസരിച്ച് ഈ കോൺസെപ്റ്റ് ലൂസാവും. എന്നിട്ട് അടി വരുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അടി ഏകദേശം നിന്നിട്ടുണ്ടാവും. നിന്നിട്ടില്ലെങ്കിൽ പിന്നെയും 1 സെൻറ്റിമീറ്റർ 1/2 സെൻറ്റിമീറ്റർ ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ വീണ്ടും ചെക്ക് ചെയ്യുക. പാടി നിന്നിട്ടുണ്ട്, സൗണ്ടൊക്കെ പോയിട്ടുണ്ട്, ഹാൻഡിൽ വലിയ ടൈറ്റും ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുകളിലത്തെ ബോൾട്ട് ഫുള്ളായിട്ട് കൈയായിട്ട് തിരിച്ച് അതിനെ സ്പാനറായിട്ട് ടൈറ്റായി കൊടുക്കുക. ഇനി നമുക്കൊക്കെ തിരിച്ച് ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. ആദ്യം ഇന്നർ പാനലിൻ്റെ ഉള്ളിലുള്ള സ്പീക്കറിൻ്റെ കണക്ടർ കണക്ട് ചെയ്യാം. ശേഷം താഴത്ത് സീറ്റിംഗ് ആയി കൊടുക്കുക. താഴത്ത് സീറ്റിംഗ് ആയ ശേഷം മേലത്തെ ഈ ഭാഗത്ത് സീറ്റിംഗ് ആയി കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റാറിൻ്റെ എല്ലാ ബോൾട്ടുകളും തിരിച്ച് ഫിറ്റായി കൊടുക്കുക. 2 സൈഡിലും 6 ബോൾട്ടും അതേപോലെ താഴത്തെ പാനലിൽ 2 ബോൾട്ടും. ശേഷം 4-ൻ്റെ അല്ലെങ്കിൽ ഉപയോഗിച്ച് ലഗേജ് ഹോൾഡറിൻ്റെ ഉള്ളിലുള്ള ബോൾട്ട് ഫിക്സ് ചെയ്യുക. കീ പാനൽ ജസ്റ്റ് ഒരു ലോക്കാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ലോക്കായി കിട്ടും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും ഇതുപോലത്തെ വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.